അപ്പോൾ ഹായ് ജെയിംസ് സാർ, എന്തായാലും യുദ്ധം ഏതായാലും തീരുന്ന ലക്ഷണമൊന്നുമില്ല. ഇറാന്റെ എണ്ണകേന്ദ്രമായ ഖാർഗുദ്വീപ് പിടിച്ചെടുക്കാനുള്ള നീക്കം, കരയുദ്ധത്തിലേക്ക് പോകാനുള്ള നീക്കം, ഒരു ഇന്ത്യക്കാരൻ കുവൈത്തിൽ കൊല്ലപ്പെടുന്നു, ഇതിങ്ങനെ പോവാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും ക്രിസ്റ്റീന, നമ്മളെ വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്ത കുവൈറ്റിലെ ലക്ഷക്കണക്കിന് മലയാളികളും അതുപോലെ ഇന്ത്യക്കാരും ഉണ്ട്. അവിടെ ഒരു ആക്രമണത്തിൽ, ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ അവിടുത്തെ അത് പ്രത്യേകിച്ച് ഊർജ ജല കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടന്നത്. അവിടെ ജോലി ചെയ്തിരുന്ന ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു എന്ന ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഇന്ത്യക്കാരുടെ എണ്ണം 8 എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും യുദ്ധം രൂക്ഷമാവുകയാണ്. പ്രത്യേകിച്ച് ട്രംപ് എപ്പോഴെങ്കിലും യുദ്ധം തീരാനുള്ള സാധ്യതയെങ്കിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. ഈ കർഗ് ദ്വീപ് എന്ന് പറയുന്നത് ഇറാന്റെ ഓയിൽ ഹബ്ബാണ്. അവിടുന്ന് ഇപ്പോൾ അവർ പല കേന്ദ്രങ്ങളെടുത്ത് മാറ്റിയെങ്കിലും ആ ദ്വീപ് പിടിച്ചെടുക്കാൻ നിമിഷ നേരം മതി എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അതിനിടയിൽ തന്നെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം കൂടുതൽ രൂക്ഷമാവുകയാണ്. ഇസ്രായേൽ ടെഹ്റാനിൽ വലിയ തീമഴയാണ് പെയ്ച്ചത്. തിരിച്ചത് ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ടെല്ലവീവിലും ഹൈഫയിലും അതുപോലെ തന്നെ മധ്യ ഇസ്രായേലിലൊക്കെ വലിയ ആക്രമണം ഇറാനും തിരിച്ചടിക്കുന്നു. അപ്പോൾ യുദ്ധം കൂടുതൽ രൂക്ഷമാവുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതിനിടയിലാണ് ട്രംപിൻ്റെ വക ഈ കരയുദ്ധം എന്നുള്ള ഭീഷണി മുഴക്കുന്നത്. അതിന് തയ്യാറായി നിൽക്കുകയാണ്. 10 ലക്ഷമായിട്ട് ഞങ്ങൾ എന്നുള്ള രീതിയിലുള്ള പ്രസ്താവന വരുന്നു. അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ ഒരുപക്ഷേ ഈ ഇറാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല, ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. കുവൈറ്റിലേക്ക് ഒരുപാട് ഡ്രോണുകളും മിസൈലുകളും അയച്ചു. അതിൽ ഈ ജലസംഭരണം, ഇത് മാത്രമല്ല ഈ കടൽ ജലം ശുദ്ധീകരിച്ച് ഡീസലൈനേഷൻ നടത്തിയിട്ട് കുടിവെള്ളമാക്കുന്ന കേന്ദ്രത്തിന് നേരെ ആക്രമിക്കുന്നു എന്നുള്ളതാണ് കുവൈറ്റിൽ. ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നു. നേരത്തെ ഇന്റർനാഷണൽ എയർപോർട്ടിലും US ബേസിലുമാണ് ആക്രമിച്ചിരുന്നത്. ഇപ്പോൾ വ്യക്തിപരമായി ആക്രമിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ രാജ്യത്തെ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതിലാണ് ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടിട്ടുള്ളത്. സൗദിയിലും UAE-യിലും അബുദാബിയിലൊക്കെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഖത്തറിൽ, ബഹ്റിനിൽ ഒക്കെ ആക്രമണം നടക്കുകയാണ്. അപ്പോൾ അവരെ സമ്മർദ്ദത്തിലാഴ്ത്തി അമേരിക്കൻ ബേസ് വിട്ടു പോകണം, അമേരിക്കക്കാർ അവിടെ നിൽക്കാൻ പാടില്ല എന്ന നിലപാടാണ് ഇറാനുള്ളത്. ഹോർമൂസ് കടലിടുക്കിലൂടെ ഗതാഗതം കാര്യമായിട്ട് നടക്കുന്നില്ല. അവിടെ ടോൾ പിരിവ് നടത്തി ആൾക്കാരെ കടത്തിവിടുന്നു എന്നുള്ള രീതിയിൽ, അതും പ്രത്യേകിച്ച് ഫ്രണ്ട്ലി ഷിപ്പ് കരയുദ്ധത്തിന് ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇറാൻ അവിടെ മൊബിലൈസ് ചെയ്യുന്നു. അമേരിക്ക കൂടുതൽ സൈന്യത്തെ അവിടെ കാർഗിലോട്ട് കൊണ്ടുവരുന്നു കേൾക്കുന്നില്ല. അപ്പോൾ ജെയിംസ് സാർ, ഇത് കരയുദ്ധ പണിയാണോ നടക്കുന്നത്? ഒരു പക്ഷേ ഹാഷ്മീൻ അങ്ങനെ സംശയിക്കേണ്ടി വരും. കാരണം കരയുദ്ധത്തിനുള്ളൊരു തയ്യാറെടുപ്പ് നടത്തുന്നു. പക്ഷെ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടകരമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും. കാരണം ലക്ഷക്കണക്കിന് സൈനികരുണ്ട് പോരാടാൻ തയ്യാറായി ഇറാന് വേണ്ടി. എന്ന് മാത്രമല്ല, ഇറാന് വേണ്ടി സ്വയം ബലിയർപ്പിക്കാൻ തയ്യാറായിട്ട് കുറേ പോരാളികളും ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇറാന് അനുകൂലമായിട്ട് കാര്യങ്ങൾ നിൽക്കുമ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കരയുദ്ധം നടത്തണമെങ്കിൽ അവിടെ അവരുടെ ടെറൈനിൽ കയറണം. അപ്പോൾ അത് ഒരുപക്ഷെ പാകിസ്ഥാൻ അതിർത്തിയിലൂടെ കയറോ ഇല്ലയെന്ന് നമുക്കറിയില്ല. കാരണം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നിമിഷങ്ങൾ നടക്കുന്നത് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി വിളിച്ചുകൂട്ടിയ സമാധാന ചർച്ചയിൽ സൗദിയുടെയും തുർക്കിയുടെയും ഈജിപ്തിൻ്റെയും വിദേശകാര്യമന്ത്രിമാർ പങ്കെടുത്ത് അവർ ചർച്ചയുടെ വിശദാംശങ്ങൾ അമേരിക്കയും ഇറാനെയും അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ ഒരു സ്വയം ചമഞ്ഞ ഒരു സമാധാനത്തിൻ്റെ ഇതിലെത്തിക്കണം. ആരെങ്കിലും ആവട്ടെ, ചർച്ചകൾ നടക്കട്ടെ, യുദ്ധം അവസാനിക്കട്ടെ എന്നാണ് പൊതുവെ എല്ലാവരും കാണുന്നത്. എന്തായാലും ഇറാഖിലും കയറി ആക്രമണം നടക്കുന്നുണ്ട്. ഇറാഖിൻ്റെ US സൈനിക ബേസിലേക്ക് നേരെ ആക്രമണം നടക്കുന്നുണ്ട്. ലെബനോനിലേക്ക് ഇസ്രായേൽ കരയുദ്ധം വ്യാപിപ്പിക്കുകയാണ്. ഹെസ്ബുള്ള തിരിച്ചടിക്കുന്നുണ്ട്. യമനിലെ ഹൂതികൾ അവിടെ യുദ്ധത്തിലേക്ക് ഇറങ്ങിയതോടെ വീണ്ടും പ്രശ്നമായിരിക്കുകയാണ്. ബാബ മാൻഡലീബ് എന്ന ചെങ്കടലിൻ്റെ കവാടം അവർ കൂടി അടച്ചാൽ എണ്ണയുടെ നീക്കം വല്ലാതെ തടയും. ഇപ്പോൾ തന്നെ ആഗോള പ്രതിസന്ധി എണ്ണയുടെ കാര്യത്തിലുണ്ട്, പ്രകൃതിവാതകത്തിൻ്റെ കാര്യത്തിലുണ്ട്. അപ്പോൾ ഈ യുദ്ധം നീണ്ടുപോയാൽ ഇത് ലോകത്തെ മുഴുവൻ കൂടുതൽ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടത് ഇന്ത്യ വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഗൾഫിൽ 1 കോടിയോളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അതിൽ 40 ലക്ഷം മലയാളികൾ തന്നെയുണ്ട്. അതുകൊണ്ട് കേരളത്തെയും ഇന്ത്യയും സംബന്ധിച്ചിടത്തോളം ആകുലപ്പെടുത്തുന്ന വാർത്തയാണ്. ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായ വാർത്തയാണ്. ഹാഷ്മി, ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.